അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചു ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ. ഈ നെഗറ്റിവിറ്റിയാണ് കേരളത്തിൽ വലിയ പ്രചാരവില കിട്ടിയത്. കീ കമ്പനികൾക്ക്, കീ ബ്രാൻഡുകൾ, അത് നിങ്ങളുടെ ഫോക്കസിലുണ്ടോ? നമ്മുടെ മുദ്രാവാക്യം തന്നെ RI റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി. കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പൊതുവെ പറയാൻ നിങ്ങൾ കൊടികുത്തി ഇത് നശിപ്പിക്കുക എന്നുള്ളത് അതിന് ശേഷം വന്നൊരു കാര്യമാണ്. അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടുപിടിക്കാവുന്ന ഉപകരണം ജപ്പാനുമായി ചേർന്ന് കേരളത്തിലാണ് നിർമ്മിക്കുന്നതെന്നോ സംരംഭകർക്ക് പോലും അറിയില്ല. മനോരമ പെട്ടെന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഞാൻ പഴയ വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അവരത് അവസാനിപ്പിക്കുകയും ചെയ്തു. K-സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്ത് കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ K-സ്വിഫ്റ്റ് പോലെ. അതിന് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ നിയമസഭയിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് 2 നിയമങ്ങൾ വന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ ആകെ ഒരാൾക്ക് അറിയുള്ളൂ. മുഖ്യമന്ത്രിയോ ഞങ്ങളോ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവോ എന്തൊക്കെ പറഞ്ഞു, ഏറ്റുമുട്ടി വിവാദം വന്നു, അതറിയാത്ത ആരും ഉണ്ടാവില്ല ഏതൊക്കെ വാക്കാണ് ഉപയോഗിച്ചത്. കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. അതിനിടയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ലക്ഷ്യം? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് മീറ്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ വർഷം നടത്താമായിരുന്നു, രണ്ടാമത്തെ വർഷം നടത്താമായിരുന്നു. പക്ഷെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ തീരുമാനിച്ചത് ഒരു 3 വർഷം, 3ാമത്തെ വർഷം മതി. അതിന് മുൻപ് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, പ്രിസംപ്ഷൻ മാറ്റണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രിസംപ്ഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു പൊതുവെ നാട്ടുകാരുടെ പെർസെപ്ഷൻ മോശമാണ് എന്നൊരു ധാരണ. തീർച്ചയായിട്ടും നാട്ടുകാരുടെ മാത്രമല്ല. ഇന്നൊരു കൗതുകകരമായ കാര്യം ചോദിച്ചാൽ, ഇന്നത്തെ മലയാള മനോരമയിൽ വാർത്തയുണ്ട്, സംരംഭക വർഷത്തിൽ 25% പൂട്ടി, 2ാം വർഷം 9% ഉള്ളൂ. ലോകത്ത് ഒരു പക്ഷെ ഒരിടത്തും ഏതെങ്കിലും ഒരു മാധ്യമം വിവരാവകാശം വച്ചിട്ട് എത്ര പൂട്ടിയെന്ന് അന്വേഷിക്കാറില്ല, എത്ര തുടങ്ങിയെന്ന് അന്വേഷിക്കാറുള്ളൂ. ആ വാർത്തയുടെ തന്നെ കൗതുകകരമായ കാര്യം, പൂട്ടിയത് ആധികാരികമായിട്ടാണ്. അവസാനത്തെ വാചകം ഇപ്പോൾ 3 ലക്ഷത്തിൽ ഇത്ര തുടങ്ങി എന്ന് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നുണ്ട്. ആ പൂട്ടിയതിൽ നൽകുന്നതും വ്യവസായ വകുപ്പിൻ്റെ തന്നെ വിവരാവകാശമാണ്, മറ്റതും വ്യവസായ വകുപ്പിൻ്റെ തന്നെ. പൂട്ടിയത് ആധികാരികമാണ്, തുടങ്ങിയത് അവകാശവാദമാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചു ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ 82 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്നൊരു പദ്ധതി ആദ്യമായി നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഈ പദ്ധതി അംഗീകരിച്ചു. അത് മാർച്ച് 28-29 വാഷിങ്ടൺ DC-യിൽ 152 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന കോൺഫറൻസിൽ നമ്മൾ ഈ പേപ്പർ അവതരിപ്പിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രശസ്തമായ IIM ഇൻഡോർ അവർ വിശദമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ ഇതിൻ്റെ സ്റ്റഡി നടത്തുകയുണ്ടായി. നല്ല ഫൈൻഡിങ്സ് ആണ്. അതും കൊച്ചിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടത് അവർ തന്നെ IIM ഡയറക്ടർ കേരളത്തിൽ വന്നു, അവരുടെ സ്റ്റഡി ടീം വന്നു, അവരത് അവതരിപ്പിക്കും. അതെല്ലാം അവകാശവാദങ്ങളാണ്, മാധ്യമത്തിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടിനെ സഹായിക്കാവുന്ന മാധ്യമങ്ങൾ കൂടുതലുള്ള ഒരു സമൂഹമായതുകൊണ്ട് ആ പ്രിസംപ്ഷൻ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം പ്രധാനമായിട്ടുണ്ട്. ഞാൻ ചുമതല എടുത്തതിന് ശേഷം സംരംഭകരുടെ മീറ്റിങ്ങിൽ എല്ലാ ജില്ലയിലും കൂടിയുണ്ട്, സംസ്ഥാന തലത്തിൽ. അപ്പോൾ ഞാനതന്നെ അവരോട് ചോദിച്ചു, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? അല്ലെങ്കിൽ ഈ ഒലിയോ റെസിൻ മേക്കിംഗ്, അങ്ങനെ പ്രധാനപ്പെട്ട കേരളത്തിലെ കമ്പനികൾ ഒത്തിരി ഉണ്ട്. ഈ കമ്പനികൾ ചോദിക്കുമ്പോൾ സംരംഭകർക്ക് പോലും പേരുകൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ 3600 കോടി ടേൺ ഓവറിൽ സിന്തൈറ്റ് കേരളത്തിലുണ്ടെന്നോ, കോവിഡ് വന്ന സന്ദർഭത്തിൽ 1.5 കോടി ഇന്ത്യക്കാർ ഡൈമർ ടെസ്റ്റ് നടത്താൻ ആശ്രയിച്ച കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് പേറ്റൻ്റ് കിട്ടി പ്രൊഡ്യൂസ് ചെയ്ത കമ്പനി കേരളത്തിലാണ്. അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടുപിടിക്കാവുന്ന ഉപകരണം ജപ്പാനുമായി ചേർന്ന് കേരളത്തിലാണ് നിർമ്മിക്കുന്നതെന്നോ, ഇന്ത്യയിലെ ഏക ഇൻഡിജിനസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണെന്നൊക്കെ സംരംഭകർക്ക് പോലും അറിയില്ല. എന്നാൽ കേരളത്തിൽ ഒരു നിയമം ശരിയാണോ തെറ്റാണോ ഓടി ബസ്സിൻ്റെ പേര് ചോദിച്ചാൽ ആളുകൾക്ക് അറിയാൻ പറ്റും. പെട്ടിക്കടയുടെ മുൻപിൽ കൊടി കുത്തിയിരുന്നത് ആരാണെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയാണ് കേരളത്തിൽ വലിയ പ്രചാരവില കിട്ടിയത്. കേരളം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിന് പറ്റിയ ഇടമല്ല. ഇവിടെ ആകെ പെട്ടിക്കടയും ബാർബർ ഷോപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ബീവറേജ്, ലോട്ടറി, ഇതാണ് കേരളം. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കുറേ കാലമായി നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം വന്ന സ്ഥാപനങ്ങളൊന്നും അല്ലത്. നമ്മൾ കുറേ മാറ്റം ഉണ്ടാക്കി, പക്ഷേ ഇതല്ല കേരളം, നിങ്ങൾ പറയുന്നതല്ല എന്ന ഒരു ശരിയായ ചിത്രം അവതരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ തന്നെ കുറേ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഉത്തരവുകൾ സങ്കീർണമായിരുന്നു, വ്യക്തതയില്ലാത്തതുണ്ടായിരുന്നു, പ്രായോഗികമല്ലാത്തതുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നിയമസഭയിൽ പറഞ്ഞു, ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് ഒരു ഇൻസ്പെക്ടർ വന്ന് നോക്കിയാൽ
കൂജയുണ്ടോ കോളാമ്പി ഉണ്ടോ എന്ന് ചോദിച്ചു വരുവാണെങ്കിൽ നടപടിയെടുക്കാം. ഞങ്ങളത് മാറ്റാൻ പോവുകയാണ്. ഒരു കമ്മിറ്റി വെച്ചു. പക്ഷേ സോഷ്യൽ മീഡിയ എടുത്ത് കേരളത്തിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ കോളാമ്പി വേണം. ഇങ്ങനൊരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ 450 കോടിയാണ് ഐഫോൺ ഫാക്ടറി തകർത്തതിൻ്റെ പേരിൽ നമ്മുടെ അയൽ സംസ്ഥാനത്തുണ്ടായ നഷ്ടം. അവിടുത്തെ ഒരു മാധ്യമത്തിന് 1-ാം പേജിൽ ഇടം കിട്ടിയില്ല. ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ പോകുന്ന വാറങ്കലിൽ നമ്മുടെ ഗാർമെൻറ്റ് ഫാക്ടറിക്കൊക്കെ പോവുക. AP റയോൺസ് സെർച്ച് ചെയ്താൽ അറിയാം. അവിടെ ജനറൽ മാനേജറെ കൊടിയൊന്നും കുത്താവുന്നതിൽ വെടിവെച്ച് വന്നുള്ളൂ. നമ്മൾ അത് പബ്ലിക്കിൻ്റെ ഒരു പൊതുബോധത്തിലേക്ക് വരുന്നേ ഇല്ല. അവിടെ ചർച്ചയില്ല. ഇപ്പോൾ മാരുതിയുടെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്നിടത്താണല്ലോ കുത്തിയാണ് കൊന്നത്. ഇവിടെ ഒരു 10-30 കൊല്ലത്തിനുള്ളിൽ ആര് ഭരിച്ചാലും അത്തരം സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രിസംഷൻ, ഡീപ്പ് റൂട്ടഡായ പ്രിസംഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി, കുറേ നിയമങ്ങൾ മാറ്റി, എല്ലാം സിംപ്ലിഫൈ ചെയ്തു, ഒരു അന്തരീക്ഷം ഒരുക്കി. ഇയർ ഓഫ് എൻ്റർപ്രൈസസ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരുന്നു പ്രധാനം. ഇവിടെ സാധ്യമാണ്, അത് നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ആ ആദ്യത്തെ വർഷം തന്നെ 3-ാമത്തെ വർഷം എന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് സമ്മിറ്റിലേക്ക് പോകുന്നത്. ഈ ഇൻസ്പെക്ഷൻ്റെ കാര്യത്തിൽ സർക്കാർ കുറച്ച് ബോധേഡായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം കിറ്റക്സുകാരൻ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് ഈ ഇൻസ്പെക്ഷനെ കുറിച്ചായിരുന്നു. നിങ്ങളത് എങ്ങനെയാണ് അഡ്രസ് ചെയ്തത്? ഈ വന്നപ്പോൾ ജേക്കബ് തന്നെ ഒഴുക്കിൽ പറയുമ്പോൾ കിറ്റക്സ് ഇവിടുന്ന് പോയില്ല. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അവർ പോയല്ലോ, അവരൊരു 15,000 പേരോട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നന്നായി തന്നെ സ്ഥാപനം പോകുന്നുണ്ട്. അവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വേണ്ട വേറെ സ്ഥലത്ത് അവർക്ക് തീരുമാനിക്കാം, ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ബാക്കി ഇപ്പോൾ ഇവിടെ തന്നെയാണ് സാധാരണ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ കിറ്റക്സ് വിട്ട് പോയല്ലോ, മൊത്തം പൂട്ടി പോയല്ലോ എന്നാണ്. കിറ്റക്സ് നന്നായി പ്രവർത്തിക്കുന്നു, 10,000-15,000 പേരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ ഈ വിവാദത്തിൽ തലവെച്ച് കൊടുത്ത് ഊർജ്ജം കളയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ ഭാഗത്തുനിന്ന് തിരുത്തലുകൾ വരുത്തേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർ ഉന്നയിച്ചതിൽ. ഉന്നയിക്കുമ്പോൾ പല താല്പര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോഴാണ് ഇൻസ്പെക്ഷൻ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം എന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മൾ KCS കൊണ്ടുപോകുന്നു, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം. അതിൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ആ സ്ഥാപനം ഇൻസ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ പുതുക്കണമെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഒരിക്കൽ ഇൻസ്പെക്ഷൻ വേണമെന്ന് കേന്ദ്ര നിയമങ്ങളാണ് കൂടുതലും, ആ നിയമത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നുണ്ടാവും. പക്ഷേ സിസ്റ്റം പറയും ജേക്കബ് പോയാണെന്ന് പറയും. ആ റിപ്പോർട്ട് 48 മണിക്കൂറിൽ പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യണം. 2 പിന്നെ സ്ഥിരം പരാതി കൊടുക്കുന്ന ആളുകളുണ്ട്, ജെനുവിൻ ഉണ്ടാകും, അല്ലാതെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ പൊല്യൂഷൻ പ്രശ്നമാണ്, സ്വാഭാവികമായിട്ട് അന്വേഷിക്കണം. ഒരു പരിശോധന കഴിഞ്ഞു, കുഴപ്പമില്ല, കണ്ടെത്തി സ്ഥാപനം പോകുമ്പോൾ X ആണ് ആദ്യത്തെ പരാതി, വൈഡ് അടുത്ത പരാതി വരും, ഇവിടെ പൊല്യൂഷൻ പ്രശ്നം, വീണ്ടും പോകേണ്ട കാര്യമില്ല. അപ്പോൾ സിസ്റ്റം തന്നെ പറയും ഇതൊരു 2 മാസം മുമ്പ് പോയതാണെന്ന് അവർ തന്നെ അലർട്ട്. ഇപ്പോൾ നമുക്ക് പുതിയ ടൂളുകൾ കൂടി ഞങ്ങൾ ഉപയോഗിക്കുന്നു, AI ഒക്കെ വരുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം വന്നു. അപ്പോൾ ഒരു മിന്നൽ പരിശോധനകളൊന്നും പാടില്ല എന്നതിലേക്ക് എത്തി. അതാണ്. പക്ഷേ ഇൻസ്പെക്ഷൻസ് ഇപ്പോഴും റെഗുലറായിട്ട് നടക്കുന്നുണ്ട്, അവർ ബന്ധപ്പെട്ട നിയമങ്ങൾ അവർ പാലിക്കുന്നുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യും. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വളരെ നല്ല രീതിയിൽ ആ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇപ്പോഴും പഴയ രീതിക്ക് പോയാൽ കൊള്ളാൻ താല്പര്യമുള്ളതുകൊണ്ട് ഒരു ചവിട്ടിപ്പിടുന്നുണ്ടാവും, അവർ നടത്തില്ല ഇൻസ്പെക്ഷൻ, അതുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ചിലർ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു സന്ദർഭത്തിൽ റിവ്യൂ ചെയ്യുകയുണ്ടായി. ഞങ്ങളിപ്പോൾ എല്ലാം 6 മാസം കൂടുമ്പോൾ ഒരു പരിശോധന നടത്തുന്നുണ്ട്, എല്ലാ വകുപ്പുകളും ചേർന്ന് എത്രമാത്രം വരുന്നു. അപ്പോൾ ഇൻസ്പെക്ഷനുകളല്ല, എല്ലാം നമ്മുടെ മുദ്രാവാക്യം തന്നെ RI റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി. നമുക്ക് ഇവിടെ എല്ലാ വ്യവസായങ്ങളും നന്നായി നടത്താൻ കഴിയണം, നിയമാനുസൃതമായിരിക്കണം. നിയമവും ചട്ടവും കാലഹരണപ്പെട്ടതാണോ, പ്രശ്നങ്ങളുള്ളതാണോ, അത് പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്, നമ്മളത് മാറ്റാൻ തയ്യാറാണ്. അത് നിയമസഭ തന്നെ. അതിൽ കൗതുകകരമായ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ നമ്മൾ 2 നിയമം പാസ്സാക്കി വ്യവസായവുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ മുന്നോടിയായ സെക്ടർ ബേസ് മീറ്റിംഗ്, സംഘടനകളുടെ മീറ്റിംഗ്, കോൺക്ലേവ്, റൗണ്ട് ടേബിൾ, റോഡ് ഷോ, അങ്ങനെ മിക്കവാറും 24/7 ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇപ്പോൾ കേരളത്തിലെ പ്രധാന സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചു, കഴിഞ്ഞ നിയമസഭയിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് 2 നിയമങ്ങൾ വന്നു, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ ആകെ ഒരാൾക്ക് അറിയുള്ളൂ. എന്നാൽ മുഖ്യമന്ത്രിയോ ഞങ്ങളോ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവോ എന്തൊക്കെ പറഞ്ഞു, ഏറ്റുമുട്ടി വിവാദം വന്നു, അതറിയാത്ത ആരും ഉണ്ടാവില്ല ഏതൊക്കെ വാക്കാണ് ഉപയോഗിച്ചത്. അതെല്ലാം വേണ്ടി വരും. പക്ഷേ ഏറ്റവും കുറഞ്ഞ് ഇത്തരം വിവരങ്ങൾ ഇങ്ങനെ കൈമാറണമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാവും. അപ്പം ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, ഓരോ ഇത് കഴിയുമ്പോഴും നിയമം എന്ത് തോന്നുന്നു അത് നമ്മളും പരമാവധി മറ്റ് രൂപങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇൻസ്പെക്ഷൻ എല്ലാം തന്നെ നിയമാനുസൃതം നടക്കുന്നുണ്ട്. എന്നാൽ അനാവശ്യമായിട്ടുള്ള ശല്യപ്പെടുത്തലുകളെല്ലാം ഒഴിവാക്കി പോകുന്നുണ്ട്.
കേരളത്തിൻ്റെ ഇപ്പം നിങ്ങളുടെ സംരംഭ വർഷവുമായിട്ട് മുമ്പോട്ട് പോയി 1 ലക്ഷം എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ 3 വർഷം ഇപ്പോൾ 25% കൂട്ടിയെന്നുള്ള വാർത്ത ഞാനും കണ്ടു. രണ്ടാമത്തെ വർഷമായപ്പോൾ അത് 9%. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗ്ലോബലി അത് 25 to 30% പൂട്ടിപ്പോകാൻ വേണ്ടി വരുന്നതാണ് എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു ഇപ്പം മിനിസ്റ്റർ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, IT സെഗ്മെൻറ്റിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിലിപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് അത് ആദ്യത്തെ കഴിഞ്ഞ് ഇത് 1 ലക്ഷം അച്ചീവ് ചെയ്തപ്പോൾ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇന്ത്യയിൽ ശരാശരി 30% മോർട്ടാലിറ്റി റേറ്റ് ഫസ്റ്റ് ഇയർ. ഞങ്ങളത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നാളെ തന്നെ അവിടെ ഇത് പൂട്ടി ഇവിടെ പൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങരുത്. അതാണ് മനോരമ പെട്ടെന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഞാൻ പഴയ വീഡിയോ കൂടി എടുത്തിട്ടുകൊണ്ട് പിന്നെ അവരത് അവസാനിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 23,000 കോടി രൂപ ക്യാപിറ്റലായി മാറി. അത് ശരിക്കും കേരളത്തിൽ തന്നെ പണമാണ്. ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റോ, ചിലപ്പോൾ ഓർണമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിരിക്കും. അത് ഇൻവെസ്റ്റ്മെൻറ്റായി മാറി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ആയി മാറും എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. മറ്റു മണിയായിട്ടോ ഡെപ്പോസിറ്റായിട്ടോ ഓർണമെൻ്റായിട്ടോ ഇരിക്കുകയാണ്, ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് നേരെ ഇൻവെസ്റ്റ്മെൻറ്റായി മാറുമ്പോഴുകൂടി അത്രയും ഒരു 7 ലക്ഷം എംപ്ലോയ്മെൻറ്റ് വന്നു. അതിൽ തന്നെ 40% വുമൺ ഓണ്ടർപ്രനേഴ്സാണ്. ഒരു 34-35 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ സോഷ്യൽ ഇൻഡസ്ട്രി എത്ര ST എത്ര OBC മൈനോറിറ്റി എല്ലാം നമ്മുടെ ഡൊമൈനിൽ ലഭ്യമാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസസിൽ. നമ്മളിപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ കുറേ ശരിക്കും ഇത്തരം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നിലനിർത്തി സംരക്ഷിക്കുന്നതിൽ ഗവൺമെൻറ്റിനൊപ്പം സമൂഹത്തിനും മാധ്യമങ്ങൾക്കും എല്ലാ ഉത്തരവാദിത്തമുണ്ട്. അതിലിപ്പോൾ അവർക്ക് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ K-സ്റ്റോർ ഉണ്ട്. ഞങ്ങളും പൊതുവിതരണ വകുപ്പും തമ്മിൽ MOU പോയിച്ചു. അതൊന്നും ഈ മാധ്യമങ്ങൾ അങ്ങനെ അധികം വന്നിട്ടില്ല. ഇപ്പോൾ 9 മാസം കൊണ്ട് 7 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ, ഈ ചെറിയ സംരംഭങ്ങൾ ഉൽപ്പന്നങ്ങൾ K-സ്റ്റോർ വിറ്റു കേരളത്തിൽ. അപ്പം നമ്മുടെ അടുത്ത് റേഷൻ കടയിൽ K-സ്റ്റോർ ഉണ്ട്. അവിടുത്തെ MSMEക്ക് ചിലപ്പോൾ ചെറിയ ചിപ്സ് ആകാം, അല്ലെങ്കിൽ വേറെ ചെറിയ ഗാർമെൻ്റ് ആകാം, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പൗഡർ ആകാം, അത് അവിടെ കൊണ്ടുവയ്ക്കാം, വെളിച്ചെണ്ണയാകാം, അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ ലോക്കൽ മാർക്കറ്റ് ശക്തിപ്പെടുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഈ വ്യവസായ വൽക്കരണത്തിൻ്റേതായ അന്തരീക്ഷം അതൊരു ഇൻക്ലൂസീവാണ്. അത് എത്രത്തോളം മെച്ചപ്പെട്ട് തുടങ്ങിയതായിട്ടാണ് മിനിസ്റ്ററുടെ ഒപ്പീനിയൻ, മിനിസ്റ്റർ പോസിറ്റീവ് ഒപ്പീനിയൻ എന്ന് കൂട്ടാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബ്യൂറോക്രസി, നമുക്ക് നല്ല അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇവരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്നുള്ളത് ശരിക്കും പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല പ്രശ്നം എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തനം എന്നുള്ള എൻ്റെ ഒബ്സർവേഷൻ. ബ്യൂറോക്രസിയുടെ ആറ്റിറ്റ്യൂഡിൽ എത്ര നന്നായി മാറി. ഞാൻ എൻ്റെ വകുപ്പിൽ നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്ക് പോയി പക്ഷേ പഞ്ചായത്ത് വകുപ്പും അതായത് ഈ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട ഈ പലതരം പെർമിറ്റുകളും ലൈസൻസിങ്ങും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയാൽ പിന്നെ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഞാൻ തന്നെ വായിച്ചൊരു കാര്യം, ഒരു ഫയർ ലൈസൻസ് വേണ്ടാത്ത ഒരാൾക്ക് ഫയർ ലൈസൻസ് വേണ്ട എന്ന് ഫയർ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എഴുത്ത് വേണം എങ്കിലേ തരുള്ളൂ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാൽ ഫയറുകാർ ഞങ്ങൾക്ക് അങ്ങനെ എഴുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന്. പിന്നെ മന്ത്രിയുടെ ഓഫീസർ ഇടപെട്ടിട്ട് വേണം പിന്നെ അവർക്ക് സാങ്ഷൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ആറ്റിറ്റ്യൂഡുകളിൽ എത്ര വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓൺട്രപ്രണേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നന്നായി കുറഞ്ഞുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസ് വാർത്ത വന്നുള്ളൂ, ഏതോ പ്രധാന സിറ്റിയിൽ 1 ലക്ഷം രൂപയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ബ്രൈബ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ സ്വാധീനം അത് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് പറ്റോ ഹിന്ദുസ്ഥാൻ ടൈംസിൽ കാണുകയുണ്ടായി. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥരായിട്ടും വരുന്നത്. സമൂഹത്തിൻ്റെ സ്വഭാവത്തിനനുസൃതമായിട്ട് ആനുപാതികമായിട്ടും സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ വകുപ്പിലാണ് ഇവരെല്ലാം ഞാൻ IIM കാലിക്കറ്റിൽ റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ അഹമ്മദാബാദ് എൻ്റർപ്രണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഞങ്ങളുടെ തന്നെ ട്രെയിനിങ്, ഇന്റേണൽ ട്രെയിനിങ്സ് ഉണ്ടായിരുന്നു. K-സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്ത് കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ K-സ്വിഫ്റ്റ് പോലെ അതിന് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ജേക്കബ് പറഞ്ഞ പോലെ ഒരു ഫയറിൻ്റെ പ്രശ്നം വരാം, മറ്റു പ്രശ്നങ്ങൾ വരാം. പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ ശരിയായ ഒരു അളവുകോൽ എന്നുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനായി BRIFI അതിൽ ഇത്തവണ നമ്മൾ 1ാം റാങ്കിലേക്ക് എത്തി. ആ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ സർവേ ഫീഡ്ബാക്ക് 100%. ലോകത്ത് അങ്ങനെ റാങ്കിങ് വേറെ ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും ശതമാനം റിഫോംസ് നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ, ആ റാങ്കിങ്ങിന് എലിജിബിളായി.
പക്ഷെ റാങ്ക് കിട്ടണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ സർവേ ബെനിഫിഷ്യറീസ് ഫോം ചെയ്തിട്ട് ബെനിഫിഷ്യറീസിൽ നിന്ന് എടുക്കുന്ന ഫീഡ്ബാക്കാണ്. ഓക്കെ. കഴിഞ്ഞ തവണ നമ്മൾ വന്നതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ ആദ്യം 28 നമ്മുടെ പുറകിൽ ചെയ്യുന്ന ഡിഫാക്ടോ നോബഡി വാസ് വീക്കെൻഡ്. അപ്പോൾ നമ്മുടെ ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ ടോപ്പ് അച്ചീവർ ആസ്പിരൻറ്റ്, എമർജിങ്, ഈ 4 കാറ്റഗറി ഇപ്പോൾ നമ്മൾ ശരിക്കും അച്ചീവർ ആകേണ്ടതായിരുന്നു. നമ്മുടെ റിഫോം അനുസരിച്ച് എലിജിബിളാണ്. ഫീഡ്ബാക്ക് പൂറായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആസ്പിരൻറ്റ് കാറ്റഗറി 15ലേക്ക് എത്തി. ഇത്തവണ നമുക്ക് ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ടോപ്പ് അച്ചീവറായി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിക്കൊണ്ട് നമ്മൾ അതിൽ തന്നെ ഒന്നാമതായിട്ട് മാറിയത്. അപ്പോൾ ദാറ്റ് റിഫ്ലക്ട്സ് എ കോൺഫിഡൻസ് എമംഗ് ദി ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി. IT-ൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ധാരാളം വരുന്നുണ്ട്, ഹെവിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു മാനുഫാക്ചറിങ്ങിലോ മറ്റ് ഏരിയകളിലോ നമുക്ക് അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം കേരളത്തിൻ്റെ സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒലിയോറിയസിൻ്റെ കാര്യത്തിൽ ഹോം ഗ്രോൺ കമ്പനിയാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ, ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് കൺട്രോൾസ് ഉണ്ടാക്കുന്ന കാര്യം FCA OEM. എനിക്കൊന്ന് അതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ഫോർച്യൂൺ 500 കമ്പനി. നമുക്ക് ഇത്തരം ഒരു എന്താ പറയണ്ട ഒരു കീ കമ്പനികൾ, കീ ബ്രാൻഡുകൾ അത് നിങ്ങളുടെ ഫോക്കസിലുണ്ടോ? അവരെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമമുണ്ട്. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. തമിഴ്നാട്ടിൽ ശ്രീപെരുമ്പുതൂർ തുടങ്ങി ചെന്നൈ വരെയുള്ള ദൂരത്തിൽ ഒരു 50 ഫോർച്യൂൺ 500 കമ്പനികളുണ്ടാവും. കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അവിടെയുള്ള ഇവരൊക്കെയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയാൻ മാത്രമുള്ള കമ്പനികൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലില്ല. എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ അതിനെക്കുറിച്ച്? ഞാൻ അതിലിപ്പോൾ മാനുഫാക്ചർ നോക്കിയാൽ ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലരും പറയില്ല കേരളത്തിൽ 4% GDP പോകുന്നുള്ളൂ, തമിഴ്നാട് 8%. നമ്മൾ പക്ഷേ ജനസംഖ്യ സ്ഥലവും കുറവാണ്. നമുക്കിപ്പോൾ 2000 ഏക്കർ സ്ഥലം ഇന്ന് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു 2000 ഏക്കർ എടുക്കണമെങ്കിൽ ഒരു 10,000 ലാൻഡ് ഓണേഴ്സായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. തമിഴ്നാട്ടിൽ 2000 ഏക്കർ വേണമെങ്കിൽ 2 പേരെ എടുക്കാം. അപ്പോൾ അത്തരം ലാൻഡ് വരുമ്പോൾ അവിടെ സാധ്യമുള്ളൂ. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോൾ നോക്കൂ, നമ്മൾ മാനുഫാക്ചറിങ് നമ്മളത്ര മോശമല്ല. ഇപ്പോൾ നമ്മുടെ ഈ 1.16% ഉള്ള ലാൻഡ്സ്കേപ്പും 2.8% പോപ്പുലേഷനുമാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവറിൻ്റെ 24% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചെറുതല്ലത്, 24%, ഓൾമോസ്റ്റ് 1/4. മൊത്തം പ്രൊഡക്റ്റിൻ്റെ 17%. മൊത്തം കമ്പനികളുടെ 6%ആണ് കേരളത്തിലുള്ളൂ. അവർ 17% പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, 24% ടേൺ ഓവർ സംഭാവന ചെയ്യുന്നു. ഇത് മാനുഫാക്ചറിങ് സെക്ടറാണ്. സ്പൈസ് പ്രോസസ്സിങ്ങിൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഹബ്ബാണ് കേരളം. ആദ്യത്തെ ലോകത്തിലെ 4 കമ്പനികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഫുഡ് പ്രോസസ്സിങ് തന്നെ ഇപ്പോൾ വിപ്രോ തൊടുപുഴയിൽ അവരുടെ ഇത് തുടങ്ങി, ബ്രാഹ്മിൻസ് ടേക്ക് ഓവർ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഓർക്കല അവരുടെ തുടങ്ങി, ഓട്ര കമ്പനി തുടങ്ങി. അപ്പോൾ വിദേശ കമ്പനികൾ ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിൽ ഇവിടേക്ക് വരികയാണ്. നോർവീജിയൻ കമ്പനി ഷിപ്പിൻ്റെ ഇവിടെ മാരിടൈം, വിയറ്റ്നാം കമ്പനി ഹോം അപ്ലയൻസസിൽ ആലപ്പുഴയിൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണയിലയുടെ ഭാരത് ബയോടെക് അവർ അങ്കമാലിയിൽ സ്ഥലമെടുത്തു, അവർ പ്രോസസ്സിങ് പ്ലാന്റ് അവിടെ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പെരുമ്പാവൂർ റയോൺസിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയറിൽ ഒരു ഫ്ലെക്സിബിൾ PCBയുടെ ഒരു പ്രൊഡക്ഷൻ ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനുഫാക്ചറിനും നന്നായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഈ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഫോക്കസിലുണ്ട്? ഇൻഡസ്ട്രിയൽ പോളിസി, നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി, ഇതാണ് നമ്മുടെ മോട്ടോ. 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ട്. ആ പ്രയോറിറ്റി സെക്ടറിനെ നമ്മൾ 5 ഫോക്കസ് സെക്ടറുകളായിട്ട് മാറ്റിയിട്ടുണ്ട്, ചിലത് ക്ലബ് ചെയ്തൊക്കെ. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, ഗ്രഫീൻ ഇപ്പോൾ നമ്മളല്ല ആദ്യമായിട്ട് ഗ്രഫീൻ കൊണ്ടുപോകുന്നത്. അതുപോലെ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രീസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന കമ്പനി റബ്ബർ ഫിനോ കേരളത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ പ്രതിരോധ സ്ഥാപനങ്ങളുടെയും റബ്ബർ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന വജ്ര കമ്പനി ഇരിങ്ങാലക്കുടയിലാണ്. ചേലക്കരയിൽ നിന്നാണ് ഈ ഫ്രാൻസിലേക്കുള്ള ഈ ഷോക്ക് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇലക്ഷൻ പോയപ്പോഴും ഞാൻ തന്നെ കാണും, ചേലക്കര എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഫ്രാൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഈ ഫുഡ് പ്രോസസ്സിങ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ പ്രധാനപ്പെട്ട കമ്പനി ചാലക്കുടിയിലാണ്. അപ്പോൾ നാം അറിയാത്ത കുറേ സ്ഥാപനങ്ങളോട് മാനുഫാക്ചറിങ്ങിലുണ്ട്. എന്നാൽ ബിഗ് പൊല്യൂട്ടിങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മേഖല നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കേന്ദ്രീകരിക്കുക. പിന്നെ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രശ്നം ഞാൻ 2 ഭാഗങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ നമ്മളൊരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി തുടങ്ങിയത് ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ തന്നെയാണ്. ഒരു 10,000 പേര് ജോലി ചെയ്യുന്നു.
പക്ഷെ 95+ മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് വരാൻ പോകുന്ന ഓട്ടോമേഷനാണ്. ഒരു 10-15 പേര് ജോലി ചെയ്താൽ മതി ഇതിലേക്ക് വരും. ഇത്രയും 10,000 പേർക്ക് പകരം ബാക്കിയെല്ലാം ആ രൂപത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ മൈഗ്രൻ്റ് ലേബർ ആയപ്പോൾ 10,000 പേർക്ക് 10,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ 120 കോടി ഒരു വർഷം വരും. അത് മെഗാ മെജോറിറ്റി പുറത്തേക്കേ പോകും. പക്ഷെ നമ്മൾ IBM കൊണ്ടുവന്നു. ഇപ്പോൾ 2,500 നിന്ന് 3,000 വരെയാണ്. 0 to 2,500 2 വർഷം കൊണ്ട് IBMന് ലോകത്തിലൊരിടത്തും വന്നിട്ടില്ല എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ശരാശരി 20 ലക്ഷം രൂപ വരും. 3,000 പേര് ജോലി ചെയ്തിട്ട് 600 കോടിയായി. ഈ 600 കോടി വരുമ്പോൾ സ്വിഗ്ഗി കൊണ്ടുകൊണ്ട് എണ്ണം കൂടും, വണ്ടി ഓടിക്കൊണ്ടൊരു എണ്ണം കൂടും, ഡ്രൈവർമാരുടെ മറ്റ് പല ഒരു 1 to 4 മിനിമം ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വരും. ഈ പണം ഇവിടെ തന്നെ ചിലവഴിക്കപ്പെടും. നമ്മുടെ ഇക്കണോമിക്ക് ഒരു ബൂമുണ്ടാവും. അത് ഒരു ഭാഗം. ഇപ്പോൾ HCL വന്നു. ഇപ്പോൾ ENY 10,000 പേര് കഴിഞ്ഞു. ഒരു 3 വർഷത്തിനുള്ളിൽ അവർ 20,000 പേരിലേക്ക് എത്തും. പൈറിയൻ കമ്പനി അവർ ബേക്കർ ലില്ലിയുമായി ചേർന്നിട്ട് നിങ്ങൾക്കും അറിയാമല്ലോ തുടങ്ങി. ഒരു മാസം തികയണമെന്ന് അവരുടെ സ്വന്തം യൂണിറ്റ് തുടങ്ങി. വിത്തിൻ എ മന്ത്. ലോകത്തൊരിടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എന്നാൽ നമ്മുടെ മറ്റു ഭാഗത്തും ഇപ്പോൾ ഞങ്ങൾ പുതിയ ഇൻഡസ്ട്രി വരുന്നു, മറ്റ് ഇൻഡസ്ട്രി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തം ഇൻക്ലൂസീവാണ്. ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റിലാകെ കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും തൊഴിലിപ്പ് ഉണ്ടാകുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം ഫോക്കസ് ചെയ്തു. അതൊക്കെ തന്നെയാണ് അത് ഒരു ഭാഗം. അതാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തു, ഇപ്പോൾ കൊണ്ടുപോകണം. സെക്കൻഡ്, നമ്മൾ മിഷൻ 1000 വെച്ചു. മിഷൻ 1000 എന്ന് വെച്ചാൽ 1000 കമ്പനികൾ, ശരാശരി 100 കോടി ടേൺ ഓവർ എന്ന് വെച്ചൊരു 70 കോടി ഉള്ളതാണ് 100 ആകാം, 110 ഉള്ളത് 130, 150 ആകാം. അത് ട്രാൻസ്പെറൻ്റ് ആണ്. മാർക്കറ്റ് 60 മാർക്ക് കിട്ടിയാൽ നേരെ കാറ്റഗറിയിലേക്ക് വരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതോടുകൂടി 1,00,000 കോടി ടേൺ ഓവറിലായാലും ഇൻഡസ്ട്രി എന്നാണ്. അത് നമ്മുടെ എക്കണോമിക്ക് ഭയങ്കര ബൂമാണ്. ഇൻക്ലൂസീവ്നെസ് ആണ്. 40% വുമണാണ്. ഞങ്ങളിനിപ്പോൾ ഒരു പിങ്ക് പാർക്ക് പ്രഖ്യാപിക്കാൻ പോവാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ ഇൻക്ലൂസീവാണ്. SC ST ഏകദേശം ജനസംഖ്യ ആനുപാതികമായി തന്നെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത്ര ആയിട്ടില്ലെങ്കിലും ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നു. വയനാടാണ് ഏറ്റവും ആദ്യമായിട്ട്. പിന്നെ എല്ലാം ഏതെങ്കിലും പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ വലിയ ലോകത്തിൻ്റെ വ്യവസായവൽക്കരണം ചില സിറ്റി കേന്ദ്രീകരിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് കേരള മൊത്തത്തിലുണ്ട്. ഇപ്പോൾ ശ്രീധർ ബംബുവിൻ്റെ സ്വാഗത കമ്പനി തുടങ്ങിയത് ഉള്ളനട എന്ന് പറഞ്ഞ കൊല്ലത്തൊരു വില്ലേജിലാണ്. ഇറ്റാലിയൻ കമ്പനി ഇപ്പോൾ ജാക്കി ജാൻ്റെ ഹോളോഗ്രാഫിക്സ് എല്ലാം ചെയ്യുമ്പോൾ ഇവിടെ ആലങ്ങാട് ഇപ്പോൾ പടന്തോട് എന്ന് പറയുന്ന ആ അവിടെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു ദിവസം 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ മാസം പോയിട്ട് 7 ഉദ്ഘാടനം ചെയ്ത് 6 കല്ലിട്ടു. വന്ദേ ഭാരതിൻ്റെ ഈ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള അവിടെ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് നമ്മുടെ വലിയ വെളിച്ചം പാർക്കിൽ അവിടെ ഒരു മരം ഇട്ട് പൊടിച്ച് 1 മണിക്കൂർ കൊണ്ട് പാർട്ടീഷൻ ബോർഡായിട്ട് വരുന്ന അത്രയും 12 ഏക്കറിൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് വിടുമ്പോൾ ഇൻവെസ്റ്റർ ഓടി തിരിച്ച് ഓഫീസിലേക്ക് പോകും. പിറ്റേ ദിവസം അവിടെ മൊത്തം കുറക്കനും ഇതൊക്കെയാണ്, ആരുമില്ല. എന്നുവെച്ചാൽ 94 എടുത്തിട്ട് സ്ഥലമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായി. അല്ലെങ്കിൽ കോഴിക്കോട് ഞങ്ങൾ KSIDCയുടെ മലബാറിൻ്റെ ആദ്യത്തെ സോണൽ ഓഫീസ് ഈ ഗവൺമെൻറ് ഒമ്പതിന് KSIDC അവിടെ ഓഫീസ് തുടങ്ങി. കിൻഫ്രയ്ക്ക് മട്ടന്നൂരും നോർത്തിൻ്റെ ഒരു കോർഡിനേഷൻ തുടങ്ങി. അന്ന് അവർ പറഞ്ഞത് ഇവിടെ ഈ സൈബർ പാർക്കിലൊന്നും ആരുമില്ല എന്നാണ്. ഇപ്പോൾ ഫുള്ളായി. ഇപ്പോൾ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം. പാലക്കാട് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നു, വിഴിഞ്ഞം തിരുവനന്തപുരത്ത് വരുന്നു, കൊല്ലം വരെ എൻ്റെ ഇമ്പാക്റ്റ് വരുന്നു. അപ്പോൾ എല്ലായിടത്തേക്കും വയനാട്ടിൽ നിന്ന് ഒരു 2 ആഴ്ചയിൽ ഒരു 2 കണ്ടെയ്നർ പൊറോട്ട പോകുന്നുണ്ട് വിദേശത്തേക്ക്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അപ്പോൾ ഇൻക്ലൂസീവ്നെസ്, പ്രദേശത്തിൻ്റെ സോഷ്യൽ ഇൻക്ലൂസീവ്നെസ്, ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസീവ്നെസ്, മൈക്രോ ടു ബിഗ് വരെയുള്ള എല്ലാത്തിനും ചേരുന്ന ഒരു വ്യവസായവൽക്കരണമാണ് കേരളത്തിൽ. ഈ നോളജ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ബിഗ് ബ്രാൻഡുകൾ അട്രാക്റ്റ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളിൽ ഇൻക്ലൂസീവായിട്ടുള്ള സ്മോൾ, മൈക്രോ, മീഡിയം സ്കെയിൽ, അതായിരിക്കും നിങ്ങളുടെ ഫോക്കസ് എന്ന് വേണം വിചാരിക്കാൻ. അതെ അതെ അതെ. നമ്മുടെ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് അതാണ്. ഇപ്പോൾ AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള എമർജിങ് ടെക്നോളജീസ്, ഗ്രഫീൻ, ടൂറിസം, മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്. ഇപ്പോൾ ലോജിസ്റ്റിക് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെനറ്റോണി അമേരിക്കൻ കാലിഫോർണിയൻ കമ്പനി അവരിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദാനി ഇവിടെ അവരെടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിഗ്ന അവർ പാറക്കടൽ ഡെവലപ്പ് ചെയ്ത് 4.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 2 ലക്ഷത്തോളം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവർ ജികോം ഗ്രൂപ്പ് അവർ
GTN സ്ഥലം എടുത്തിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നെ 2500-3000 കോടി ലോജിസ്റ്റിക് വരുന്നുണ്ട്. മാരിടൈം ഹബ്ബ് വരുന്നു. വിഴിഞ്ഞം ഭയങ്കര പൊട്ടൻഷ്യലാണ് വിഴിഞ്ഞം സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വികസന വ്യവസായ കാഴ്ചപ്പാട് നമുക്കുള്ളത്. 57 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പൊതുവെ പറയാൻ നിങ്ങൾ കൊടികുത്തി ഇത് നശിപ്പിക്കുക എന്നുള്ളത് അതിന് ശേഷം വന്നൊരു കാര്യമാണ്. നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിൻ്റെ കൂടി ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ ഷെയർ ക്യാപിറ്റലായിട്ട് അതല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റോ മെറ്റീരിയൽ അങ്ങനെ വലിയ എഫർട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് ഒരിടത്ത് ഞാനിങ്ങനെ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കാണുന്നില്ല. നിങ്ങൾ പോളിസിയിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണോ അതോ ഈ ഒരു എക്വിറ്റി ക്യാപിറ്റലായിട്ട് സംസ്ഥാനം ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിനുള്ള വലിയ പല വ്യവസായങ്ങളുടെയും പറയില്ല, ഇപ്പോൾ ജിയോജിത്ത് ആണെങ്കിലും വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് ആണെങ്കിലും ഇപ്പോൾ ജാപ്പനീസ് കമ്പനി നിറ്റ ജെലാറ്റിൻ അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന കമ്പനികളായിരുന്നു അവരൊക്കെ. പക്ഷെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അകത്തൊന്നും ഞാൻ അങ്ങനത്തെ ഒരു റെഫറൻസ് കണ്ടില്ല. സംസ്ഥാന സർക്കാർ എക്വിറ്റി പാർട്ടിസിപ്പേഷൻ വേണ്ട എന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടിട്ടാണോ അങ്ങനെയില്ല. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പ്രിസംഷനും ഇപ്പോൾ ആദ്യത്തെ സർക്കാരിൻ്റെ 57 EMS മുഖ്യമന്ത്രിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞു, വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആത്മവിശ്വാസം പകരുന്നതിന് സ്വകാര്യ വ്യവസായങ്ങൾ ഗവൺമെൻറ് ഓഹരി എടുക്കണം. 57 അന്ന് PPP ഒന്നും വന്നിട്ടില്ല. അതിന് ശേഷം ബിർളെ നമ്മളാണ് കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. നമുക്ക് ചില ഐഡിയോളജിക്കൽ നിലപാടുകളുണ്ടാവും, പൊളിറ്റിക്കൽ നിലപാടുണ്ടാവും. പക്ഷെ നമ്മൾ ഭരിക്കുമ്പോൾ വിത്തിൻ ദ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഭരണഘടന, നിയമസംഹിത അതിനകത്ത് നിന്നിട്ടാണ് നമ്മുടെ ഭരണനിർവഹണം. അതിനകത്ത് എത്രമാത്രം ഓൾട്ടർനേറ്റീവ് പോസിബിൾ ആയിരിക്കും, അതേ നമുക്ക് സാധ്യമാവുള്ളൂ. അല്ല, നമുക്ക് ഉള്ള നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സാഹചര്യം പ്രധാനപ്പെട്ടതാണ്, സിസ്റ്റം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിനകത്തൊരു സംസ്ഥാന ഗവൺമെൻറ്റിനാണല്ലോ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് അന്നേ ആ കാഴ്ചപ്പാട് കണ്ടത്. പല ഇക്വിറ്റി പറഞ്ഞ പോലെ നീറ്റ ജെലാറ്റിൻ, OEN, അതുപോലെ തന്നെ ജിയോജിത്ത്, ഇവരെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി ഉള്ളത്. ഇപ്പോഴും നമ്മൾ ഇക്വിറ്റി എടുക്കുന്നുണ്ട്, അവന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ. പക്ഷേ പല കമ്പനികളും അത്തരം ഇക്വിറ്റിയിൽ അധികം നിൽക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ലാൻഡ് നമ്മുടെ ഇക്വിറ്റിയാക്കി കൊടുക്കാവുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലീസ് പ്രീമിയം ആകാൻ പുതിയ മാറ്റം വരുത്തി. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് 10% മാത്രം അടച്ചാൽ മതി. പിന്നെ മൊറട്ടോറിയം ഉണ്ട്, 10 ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി മാറ്റി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ ലാൻഡിൻ്റെ അലോട്ട്മെൻറ്റ് പോളിസി ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സങ്കീർണ്ണ പ്രശ്നമായിരുന്നു. അതിപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ലാൻഡ് മാറാൻ 25,000 ഫീസ് അടച്ച് ഓൺലൈനിലാണ്. ആക്ടിവിറ്റി വരെ മാറാം, 10,000 അടച്ചാൽ അതെല്ലാം ഓൺലൈനിലേക്ക് മാറ്റി. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് പോളിസി മാത്രമല്ല, ഇക്വിറ്റി ഉണ്ട്. KSIDC വായ്പകൾ കൊടുക്കുന്നതിലുണ്ട്. നല്ല രീതിയിൽ ആ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പം നമുക്കൊരു ഐക്കോണിക് ബ്രാൻഡായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർക്ക് ആവശ്യമായ റോ മെറ്റീരിയലിൻ്റെ 8% മാത്രമാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും സ്പീഡ്, ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന ഇൻഡസ്ട്രികൾ ഒന്നാണ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലൈ ചെയിനിൽ കേരളത്തിൻ്റെ ഷെയർ കൂട്ടാനുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഇൻഡസ്ട്രിയെ സ്ട്രെങ്തൻ ചെയ്യാനും അതിൽ കേരളത്തിൻ്റെ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഞാനൊരു 15 വർഷം മുമ്പാണ് ഞാൻ ഷിപ്പ്യാർഡിൻ്റെ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീല് നിർമ്മിച്ചു തരാനാണെങ്കിൽ ഞങ്ങൾ സ്ഥലം കൊടുക്കാം, പണം കൊടുക്കാം, ടെക്നോളജി കൊടുക്കാം. ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വി ആർ വില്ലിങ് ടു ഹെൽപ്പ് ദം. പക്ഷേ ഞങ്ങളുടെ ഗ്രേഡിലുള്ള സ്റ്റീല് വേണം. എനിക്ക് തോന്നി ആ ഓഫർ ഇപ്പോഴും ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ്. ഷിപ്പ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ധാരാളം കമ്പനികൾക്ക് അവർക്ക് അവരുടെ സപ്ലയർ ആകാവുന്നതാണ്. പക്ഷേ അത് ഒരു 8% നിൽക്കുന്നു എന്നുള്ളത് ഒരു നാണക്കേടല്ലേ? അല്ല, അതിന് എല്ലാം നമുക്ക് സാധ്യമല്ലോ. പക്ഷെ നമ്മളൊരു ഇൻ്റഗ്രേഷനുള്ള സംവിധാനം നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ വിക്രാന്തിൽ ഒരു 100ഓളം MSMEകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ PSU സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. PSUകളും ഷിപ്പ്യാർഡ് മാനേജ്മെൻറ്റ് തമ്മിൽ ചർച്ച നടന്നു. ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ SFL, ഓട്ടോകാസ്റ്റ് ഇങ്ങനെയുള്ള കമ്പനികൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന കരാറുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ MSMEകളും നമ്മൾ അവരുമായിട്ടുള്ള വർക്ക്ഷോപ്പ് നടന്നിരുന്നു. എന്തെല്ലാം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സ്റ്റീലിൻ്റെ കാര്യത്തിലും ലോകത്തിലെ പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളെ കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിൽ കേരളത്തിൻ്റെ സ്റ്റീൽ കമ്പനി ഉണ്ടായിരുന്നു, PK സ്റ്റീൽ. ലോകത്തിലെ, കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിലൊന്നാണ് PK സ്റ്റീൽ. നമുക്കിപ്പോൾ ഓരോ സ്റ്റീൽ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്ക് ഷിപ്പ്യാർഡിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ
നമുക്കിവിടെ പറ്റും. ചിലതിൽ നമുക്ക് അത്ര ഇതാണ്. ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ചേലക്കരയും പോയി ഇപ്പോൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, വജ്ര വളരെ നേരത്തെ തന്നെ അവർ ISROയുടെ സപ്ലയേഴ്സ് ആണ്. വജ്രം ഇരിഞ്ഞാലക്കൂടെയല്ല, ഈ ചേലക്കരയിൽ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന കമ്പനി, നാച്ചുറൽ റബ്ബർ ബാൻഡ് നോർത്തിലേക്ക് കയറ്റി വയ്ക്കുന്നത്, അത്തരം കമ്പനികളെല്ലാം വരുന്നുണ്ട്. ഷിപ്പ്യാർഡിൻ്റെ തന്നെ പഴയനൊക്കെ ചിത്രം കുറേ മാറി. ഇപ്പോൾ നമ്മൾ ചേർത്തലയിൽ മാരിടൈം ക്ലസ്റ്റർ വരികയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള MSMEകളുടെ ഒരു സംവിധാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോർട്ടിൻ്റെ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മാരിടൈം ക്ലസ്റ്റർ വന്നു, നോർവീജിയൻ കമ്പനി വന്നു. ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിലെ വലിയ പറമ്പിൽ നിന്നാണ് വിക്രാന്തിൻ്റെ ഫർണിച്ചർ മുഴുവൻ ഉണ്ടാക്കിയത്. ചെറിയ MSME ആണ്. നമ്മുടെ എൻ്റെ മേലൂരാണ് എൻ്റെ നാട്. അതിനോട് ചേർന്ന് വലിയ പറമ്പുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ അതിൻ്റെ ഫ്ലാഗ് ഓഫിന് പോയിരുന്നു. ഇവിടുത്തെ പല സംഗതികളും നമ്മുടെ MSME ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അല്ലാതെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ് അതെനിക്കൊന്നൊരു 10-50 വർഷമായിട്ട് കേരളത്തിൻ്റെ സ്ട്രോങ് ഡൊമൈനുകളിൽ ഒന്നാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഡിസൈനിലേക്കൊക്കെ അതിലത് കടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത നോളജ് എക്കണോമിയുടെ ഭാഗമായിട്ടുള്ള വലിയ പൊല്യൂട്ടിങ് അല്ലാത്ത ഡിസൈനിലേക്ക് വന്നു കഴിയുമ്പോൾ സോഫ്റ്റ് എസെൻഷ്യലി അതൊരു IT ബിസിനസ്സാണ്. ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ആയിട്ട് സർക്കാർ അതിൽ ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങളുടെ ഇത്ര മീറ്റിങ്ങുകളുണ്ടല്ലോ, സെക്ടർ വൈസ് മീറ്റിംഗ്, ഇലക്ട്രോണിക്സ്, IT, ഡിസൈൻ നമുക്കൊരു സ്ട്രെങ്താണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ സെമി കണ്ടക്ടർ ഫാക്ടറി പറ്റില്ല, കാരണം അത് പൊല്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്നാൽ ഡിസൈനിൽ നമുക്ക് വലിയ സ്ട്രെങ്താണ്. ലോകത്തിലെ പ്രധാന കമ്പനികളിലെല്ലാം ഡിസൈനേഴ്സ് നമ്മുടെ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം ഒരു നെറ്റ്വർക്കിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ SFL ഇവിടെയാണല്ലോ, അവർ ലോകത്തിലെ പ്രധാന കമ്പനികൾക്ക് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ കളമശ്ശേരി ഫാക്ടറിയിൽ നിന്ന് തന്നെ ഏറ്റവും ലോകോത്തര നിലവാരത്തിലല്ലേ ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയറിൽ നമുക്ക് നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ നമ്മൾ കൊണ്ടുവരുമ്പോൾ ലോകത്തിലെ തന്നെ ചില പ്രധാന കമ്പനികൾ ഇപ്പോൾ റയോൺസിൻ്റെ 30 ഏക്കർ നമുക്കിപ്പോൾ കിട്ടുന്നതോടുകൂടി കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ മാർക്കറ്റിൽ തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന TV അവർ കേരളത്തിലാണ് ഇപ്പോൾ മാനുഫാക്ചറിങ്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പെക്സ് TV, അപ്പോൾ LG ഇപ്പോൾ അവർ ചെറിയ വ്യത്യാസത്തിലാണ് അവർ 2-3 നമ്മളിപ്പോൾ ചിലപ്പോൾ 2-ലേക്ക് എത്താം. അതിവിടെ മാനുഫാക്ചറിങ് വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് അത്തരത്തിലുള്ള സാധ്യതകൾ നിൽക്കുന്നുണ്ട് നന്നായി തന്നെ. ഇപ്പോൾ നമ്മളൊരു പുതിയ ചെറുപ്പക്കാരുടെ കോഫി എന്ന് പറയുന്ന പുതിയൊരു നെറ്റ്വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കേരള ഒറിജിൻ ഫൗണ്ടേഴ്സ്, ഓൺടർപ്രനേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. കാലിഫോർണിയയിൽ നിന്നാണ് തുടങ്ങിയത്, സിലിക്കൺ വാലിയിൽ നിന്ന്. അപ്പോൾ അവിടെ പല കമ്പനികളും മലയാളികളുണ്ട്, ഫൗണ്ടേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലൗഡിൻ്റെ അവർ തുടങ്ങി ഇങ്ങോട്ടുള്ള ഒത്തിരിണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ലോകത്തിൽ എല്ലാവരും തുടങ്ങിക്കോളൂ. കോഫി, KOFEE, കേരള ഒറിജിൻ ഫൗണ്ടേഴ്സ്, ഓൺടർപ്രനേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ അത് വലിയൊരു നെറ്റ്വർക്കായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നാളെ 10-ാം തീയതി വീണ്ടും എൻ്റെ മീറ്റിംഗ് ഉണ്ട്. അവർ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിലൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. നല്ല ഇനീഷ്യേറ്റീവുള്ള ചെറുപ്പക്കാരുടെ സംഘമാണ്. എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഈ ഖണ്ഡത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ലോകത്ത് പലയിടങ്ങളിലും കമ്പനി ഉണ്ടാവും. പക്ഷേ ഒരു GCC കേരളത്തിലിട്ടുള്ളൂ, ഒരു ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, അല്ലെങ്കിൽ ഒരു GTC ഇട്ടുള്ളൂ, ഗ്ലോബൽ ടെക്നോളജി സെൻറ്റർ. ഇപ്പോൾ നോക്കൂ, എയർ ഇന്ത്യ മെർജർ കഴിഞ്ഞു, വിസ്താര എയർ ഇന്ത്യയായി. അതിനെ മുഴുവൻ നിയന്ത്രിക്കാൻ പോകുന്നു കൊച്ചിയാണ്. കാസ്പിയനിൽ 1000 സീറ്റ് പോകുന്നു. ബാക്ക് ഓഫീസ് ഇവിടെയാണ്, അവരുടെ GCC ഇവിടെയാണ്. ലുലു ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, അതിൻ്റെ ബാക്ക് ഓഫീസ് ഇപ്പോൾ കൊച്ചിയിലാണ് വരുന്നത്. ENY വന്നു. അപ്പോൾ അത്ര നല്ല സാധ്യത നമ്മൾ മറ്റ് ഇൻഡസ്ട്രീനേക്കാൾ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ തമിഴ്നാടോ മറ്റേതെങ്കിലും സ്റ്റേറ്റ് വലിയ കാറുണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല, ടെക്നോളജി നമ്മൾ കൊടുക്കും. അത് കേരള നമ്മൾ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബാക്കി തിരുവനന്തപുരത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. വിഴിഞ്ഞം വരുന്നതോടുകൂടി മാനുഫാക്ചറിങ് പുതിയ സാധ്യതയുണ്ട്. ഇപ്പോൾ മാനുഫാക്ചറിങ് ഒരു ഫോൺ എടുത്തു, ഇതിന് പല കമ്പോണൻറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്, അതെല്ലാം വിഴിഞ്ഞത്തേക്ക് പല രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ വരുന്നു. ഒറ്റ പോയിന്റിലേക്ക് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുന്നു, അവിടുത്തെ അസംബിൾ ചെയ്യുന്നു, തിരിച്ച് വീണ്ടും വിഴിഞ്ഞത്തേക്ക് പോകുന്നു, കപ്പൽ കയറി പല രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ളത്. ഒരു 7 ദിവസം ലാഭിക്കാൻ നമുക്ക് കഴിയും. വിഴിഞ്ഞം ഫോക്കസ് ആയിട്ട് സംസ്ഥാന സർക്കാർ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കത് മാസ്റ്റർ പ്ലാനിൽ അതൊക്കെ ഉണ്ടോ? മാസ്റ്റർ പ്ലാനുണ്ട്. 28-29 നമ്മുടെ വിഴിഞ്ഞം കോൺക്ലേവാണ്. ഇതിന് മുന്നോടിയായിട്ട് ലോകോത്തര കമ്പനികളെല്ലാം വരുന്നുണ്ട്. ആ സാധ്യത നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവാണ് തിരുവനന്തപുരത്ത് തന്നെ. മലബാർ കോൺക്ലേവ് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ എയർപോർട്ടിൻ്റെ എല്ലാം ഭാഗം നോക്കി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഈ മേഖലയിൽ വരാവുന്ന മലപ്പുറം ഒക്കെയുള്ള അതിൻ്റെ ഒരു എത്രമാത്രം ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ കണ്ണൂർ ഒരു മലബാർ കോൺക്ലേവ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസാണ് നമ്മുടെ. ഇപ്പോൾ ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു, ബാംഗ്ലൂർ കഴിഞ്ഞു, മുംബൈ കഴിഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ ഡിപ്ലോമാറ്റിക് ഒരു കോൺക്ലേവ് നടത്തി. 36 രാജ്യങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമാറ്റ്സ് പങ്കെടുത്തു. മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇനിയിപ്പോൾ 14-15 ദുബായ് കോൺക്ലേവാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞം കോൺക്ലേവ്, ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ്, എൻ്റർടൈൻമെൻറ്റ്, ഈ ക്രിയേറ്റീവ് എക്കണോമി പുതിയ സാധ്യതയാണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ റൗണ്ട് ടേബിൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഹൈടെക് ഫാമിംഗ് അതിൻ്റെ നടന്നു, ആയുർവേദ നടന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 21-22 ഇൻവെസ്റ്റ് സമ്മിറ്റ്, ഗ്ലോബൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ, നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് കേൾക്കുന്നത് കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു വലിയൊരു ക്യാമ്പയിൻ കേരളത്തിനെതിരെ നടക്കുന്നുണ്ട്. അത് കേരളം നടത്തിയ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾ കൊണ്ട് നടത്തിയ സാമൂഹിക രംഗത്തുള്ള വലിയ വിപ്ലവങ്ങളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗുണഫലം കിട്ടിയ ആളുകൾ കൂടിയാണ് ഇത് പറഞ്ഞു നടക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു പോളിസി വെച്ചിട്ട് പ്രതീക്ഷയോടുകൂടി കേരളത്തെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ IBMൻ്റെ ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറിയിൽ ഒരു ഇൻട്രാക്ഷൻ, അപ്പോൾ എത്ര പേര് കേരളത്തിൽ നിന്ന് പുറത്തു വന്നവരുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ്. ഇയാൻ വൈഡ് ഇപ്പോൾ പോയപ്പോൾ അവർ തന്നെ പറഞ്ഞു SCL വന്നു. അപ്പോൾ അമേരിക്കയിലുള്ള ആളുകൾ ഉൾപ്പെടെ തിരിച്ചിങ്ങോട്ട് വരാണ്, ബാംഗ്ലൂരിൽ തിരിച്ചിങ്ങോട്ട് വരും. നമുക്കിപ്പോൾ ഇവിടെ തന്നെ അതാണ് നമ്മൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വേറെ മാനുഫാക്ചറിങ്, പൊല്യൂട്ടിങ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്, വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി അവിടെ തുടങ്ങിയാൽ ഇവിടുത്തെ ആരോട് ജോലി ചെയ്യാൻ പോകില്ല. ഞാൻ തന്നെ എൻ്റെ മണ്ഡലത്തിൽ സ്കില്ലിംഗ് കളമശ്ശേരി യൂത്ത് നമ്മുടെ വിജ്ഞാന ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ജോബ് ഫെയർ നടത്തുമ്പോൾ കുട്ടികളുടെ ആദ്യത്തെ ചോദ്യം ഷിഫ്റ്റ് ഉണ്ടാവുമെന്നാണ്. ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ വേണ്ട. ഇപ്പം തന്നെ ഞാൻ 3200 പോസ്റ്റ് നമ്മളോട് വിളിച്ചിട്ട് 1260 വരെ വന്നത്. അതിൽ 600 ചില്ലാൻ പേര് സെലക്ട് ചെയ്തു. അതിൽ തന്നെ 400 വരെ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ അവർക്ക് പറ്റുന്ന ജോലി അവർ പോകുള്ളൂ നമ്മുടെ ആളുകൾ, അല്ല മറ്റു ജോലിക്കൊന്നും നമ്മുടെ ആളുകൾ പോവില്ല. അപ്പോൾ അതിന് പറ്റുമ്പോൾ തൊഴിലവസരം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ നോക്കും, ഒറ്റ വർഷം കൊണ്ട് നമുക്ക് കേരളത്തിൽ 31 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി കൊടുത്തു. 10 ഏക്കർ വെച്ചിട്ടുള്ളത് 31 കൊടുത്തു. ഇപ്പോൾ 450 ഏക്കറോളം നേരെ ഇൻഡസ്ട്രി ഏരിയയായി. ഇപ്പോൾ നമ്മൾ ഈ ജനുവരി മിക്കവാറും ഫെബ്രുവരി ഇൻവെസ്റ്റ് സമ്മിറ്റിന് മുമ്പ് ഒരു 10 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി കൊടുക്കും. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പുറത്തേക്കൊന്നും പോകണ്ട, അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാം, ഇവിടെ തന്നെ പഠിക്കാം, ഇവിടെ തന്നെ ജോലി ചെയ്യാം. പിന്നെ ഈ ഫാക്റ്റും ഈ പ്രിസംഷനും ഭയങ്കര ഗ്യാപ്പുണ്ട്. ഇന്ത്യൻ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കിയാൽ കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പോയാൽ ഇവിടെ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ എന്നാണ്. ഇപ്പം ഞാൻ ഡൽഹിയിൽ തന്നെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് വായിച്ചു, ഞങ്ങളുടെ റോഡ് ഷോയിൽ. ഞാൻ തന്നെ അവരോട് പറയും കേരളത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, കേരളം കാണാനൊക്കെ ഉള്ള. ഇപ്പോൾ ഞാനൊരു മീറ്റിങ്ങിൽ, പല മീറ്റിങ്ങിൽ ചോദിച്ചു, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ളത് എവിടെയാണ്? ഈ 1.16% സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ ചിലർ പറഞ്ഞു അത് ബാറൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങിയതാണ്. എല്ലാ ബ്രാൻഡും നോക്കിക്കോ. ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ, അല്ല 1 മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താജിൻ്റെ 2 ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു. താജിന് 20 പ്രോപ്പർട്ടി കേരളത്തിലുണ്ട്, 20 പ്രോപ്പർട്ടീസ്. വിവാന്ത, താജ്, ഗേറ്റ് വേ, ജിഞ്ചർ, 20-ലധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. 21 കണക്കിൽ 45 5 സ്റ്റാർ ഹോട്ടലിൽ കേരളമാണ് ഒന്നാമത്. 46 ഹോട്ടലിൽ മഹാരാഷ്ട്ര രണ്ടാമതാണ്. കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ ഭൂമിശീലിൽ എത്ര വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ബോംബെ അവിടെയാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റലിൽ 2ാം സ്ഥാനം 5 സ്റ്റാർ, 51 ഇപ്പോൾ കേരളം 46. ഇനിയിപ്പോൾ 2 ITC കൊച്ചിയിൽ വരാണ്, 2 ഹിൽട്ടൺ വരുന്നു, തിരുവനന്തപുരത്ത് വരുന്നു, എല്ലായിടത്തേക്കും ഇപ്പോൾ മൂന്നാർ ടാറ്റയുടെ വന്നു, എല്ലായിടത്തേക്കും വരാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ചെറിയ സ്ഥലത്താണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ ധാരണ എന്താ, ഇനി ഞാൻ പണി മുടക്കൊണ്ട് ഒരു കാര്യം ഡൽഹി ഞാൻ പറഞ്ഞപ്പോൾ പണി ഇവിടെ മാത്രമേ കൊടിയുള്ളൂ എന്നാണ്. കേരളത്തിൽ വന്നാൽ മാത്രമേ കൊടി. ഇപ്പോൾ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട്, അവിടെ ഈ സാംസങ് സമരമൊക്കെ വന്ന സന്ദർഭത്തിൽ ഹിന്ദുവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിനവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അവരുടെ സോഴ്സ് എന്നുള്ളത് യൂണിയൻ ലേബർ മിനിസ്റ്റർ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ കഴിഞ്ഞ 1.5 ദശകത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന പണിമുടക്കങ്ങളുടെ 28% തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്ര, 11% ഗുജറാത്ത്. കേരള ചിത്രത്തിലൊന്നുമില്ല. പക്ഷെ അവർ കൺക്ലൂഷൻ ഇതാണ്, പണിമുടക്കം ഫാക്ടറി വരുന്നതിനോ ഇൻഡസ്ട്രീസിനോ എതിരല്ല. കാരണം ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറി വന്നേക്കുന്നത്. പക്ഷേ നമ്മുടെ പൊതുബോധം എന്താ, കേരളത്തിൽ മാത്രമേ കുടി തന്നെ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യലാണ്. അതിന് നമ്മുടെ മീഡിയ കുറേ മാറാനുണ്ട്, നല്ല മാറ്റം വരാനുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ആൾക്കാർ ആഴ്ചയിൽ 70 മണിക്കൂറും 90 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ചില കോർപ്പറേറ്റ് എന്താ പറയണ്ട ഡ്രാഗൺസ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരാണ് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളാണ്. ഇപ്പം നമ്മുടെ ഒരു കുട്ടി പൂനെയിൽ മരിച്ചു പോയപ്പോൾ കേരളത്തിൽ എല്ലാവരും നിലവിളിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച്
സെൻസിബിളായിട്ടുള്ള മനുഷ്യർ പറയുന്ന കേരളത്തിലാണ് അത് നടക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു പോളിസി കേരളത്തിൽ നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. ഈ സമ്മിറ്റ് കഴിയുന്നതോടുകൂടി കേരളത്തിൻ്റെ പ്രതിച്ഛായ എന്താകും? ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ശ്രീ രാജീവ് വന്നതിന് ശേഷം നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ പെർസെപ്ഷൻ ബാറ്റിലായിരുന്നു. ഈ സമ്മിറ്റ് കഴിയുന്നതോടുകൂടി ആ പെർസെപ്ഷൻ ബാറ്റിൽ എത്രത്തോളം മാറി? ഇപ്പോഴത്തെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൃഷ്ണ ഇള പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് സ്വന്തം അനുഭവം പറഞ്ഞു എങ്ങനെയാണ് 7 ദിവസം കൊണ്ട് എങ്ങനെ അനുമതി കിട്ടിയെന്നുള്ളത്. വിപ്രോൻ്റെ ചീഫ് പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ അവരുടെ ഒരു 50 കോടി താഴെ ചെറിയ യൂണിറ്റിന് 1 മിനിറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കോഫിയുടെ ആദ്യത്തെ സ്ലിപ്പ് എടുക്കുമ്പോഴേക്കും പ്രിൻസിപ്പൽ അപ്രൂവൽ ലൈസൻസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞു. സംരംഭക സമൂഹത്തിൽ ഇപ്പോൾ നല്ല മാറ്റം വന്നു. പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കുറേ കൂടി അതിലിപ്പോൾ കുറേ മാറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ഞാൻ മാധ്യമങ്ങളോട് അത് തന്നെയാണ് അഭ്യർത്ഥിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരിക്കൽ പറയണ്ടേ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ഒന്നുണ്ടായിരുന്നു. മന്ത്രി ഒരു യു-ടേൺ ഉദ്ഘാടനം ചെയ്തു. മനോരമയുടെ എഡിറ്റോറിയൽ ഹെഡ് തന്നെ എഡിറ്റ് പേജിൽ ഒരു കോൾ എഴുതി ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട്. അന്നാണ് IBMൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിനുള്ളിൽ 2ാമത്തെ ക്യാമ്പസ് ലോകത്താദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അത് ആ പത്രത്തിൽ പ്രാദേശിക വാർത്തയായിരുന്നു. ഇത് ഇവിടുത്തെ ഈ സീപോർട്ട് എയർപോർട്ട് HMT ജംഗ്ഷൻ ഗതാഗത പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കുറേ മാറ്റങ്ങളിൽ അവിടുത്തെ ഇത് ഡെവലപ്പ് ചെയ്യും. ചില സിഗ്നലെല്ലാം മാറ്റി ചില യു-ടേൺ തുറന്നു. അത് അവിടുത്തെ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് കട്ടയ്ക്ക് വിരിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് മുറിച്ചു കൊടുക്കും. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോലും ഇല്ല. സാധാരണ ഉദ്ഘാടനങ്ങളൊക്കെ പോകുമ്പോൾ ആൾ പറയുന്നത് നമ്മുടെ പടം കാണാൻ നമ്മൾ പ്രചരിപ്പിക്കാനെന്നാണല്ലോ. ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ പോലും ഇട്ടാത്തൊരു കാര്യം ഇവരാരോ അവരുടെ ഗ്രൂപ്പിലിട്ടു. കാരണം അവർക്ക് മുകളിലേക്ക് അയച്ചു കൊടുക്കാനുള്ള മന്ത്രി പണ്ട് ഇവിടെ ശരിയായി കൊടുത്തിട്ടുണ്ട്, അത് സ്വാഭാവികമായിട്ടായിരിക്കും. അപ്പോൾ അത് ലോകത്താകെ പോയി. എത്ര ആൾ ട്വീറ്റ് ചെയ്തു. എന്നാൽ ഈ IBM തുറന്നത് പ്രാദേശിക വാർത്തയാണ്. ഇപ്പോൾ EY തുടങ്ങിയത് ആരും അറിയുന്നില്ല. അപ്പോൾ നെഗറ്റിവിറ്റിക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനം ഞാൻ പറഞ്ഞു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. അടയ്ക്കുന്നതിന് മാത്രം അന്വേഷിക്കും. മറ്റത് 450 കോടി തകർത്തത് പോലും അവിടുത്തെ മാധ്യമങ്ങൾ എടുത്തേയില്ല. അപ്പോൾ അതിൻ്റെ ആ കാഴ്ചപ്പാട് കൂടി കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 28 നിന്ന് 15ലേക്ക് കേരളത്തിൻ്റെ റാങ്കിങ് 21 മാറിയില്ല. നമ്മുടെ ആദ്യത്തെ ഇതിൽ വന്നപ്പോൾ അതാരും അറിഞ്ഞിരുന്നില്ല. സഭയിൽ തന്നെ എല്ലാവരും 29%. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ മീഡിയയുടെ പ്രധാന ആൾ തന്നെ ചർച്ചയിൽ പറഞ്ഞു കേരളം 28. അപ്പോൾ 15 അപ്പോൾ അവർ 1 വർഷം പുറകിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 15 നമ്മൾ 1ലേക്ക് ആയപ്പോൾ പൊതുവെ മീഡിയ വിഷ്വൽ മീഡിയ 15 സമ്മതിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. അല്ല അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ 29, 29ലേക്ക് വീണെങ്കിലോ അറിയാത്ത ആരും ലോകത്തുണ്ടാവില്ല. എത്രയോ ചർച്ച നടക്കുമായിരുന്നു. പക്ഷെ 1ലേക്ക് വന്നപ്പോൾ പത്രങ്ങൾ ലീഡർ എഴുതി, ചാനലുകൾ ന്യൂസ് ഡിബേറ്റിലേക്കൊന്നും വന്നില്ലെങ്കിൽ പോലും അവർ വാർത്ത കൊടുത്തു. ഇപ്പോൾ നമ്മുടെ AI കോൺക്ലേവ് അവർ നന്നായി കൊടുത്തു. കുറേ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കൂടുതൽ നല്ല മാറ്റം വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളം ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെയും നോളജ് ഇൻഡസ്ട്രിയുടെയും ESG ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ലോകത്തിൻ്റെ തന്നെ ഒരു ഹബ്ബായിട്ട് മാറും. വരട്ടെ, ഗംഭീരമായിട്ടൊരു തുടക്കം അതിൽ വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.